പരമ്പരയെ മറികടന്ന് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. ആദ്യം രാഷ്ട്രീയ വിവാദങ്ങൾ, പിന്നെ പദ്ധതി തന്നെ വേണ്ടെന്ന് പറഞ്ഞുള്ള പ്രദേശവാസികളുടെ സമരം. സർവം നിശ്ചലമായ കോവിഡ് കാലം. കരാർ കമ്പനിയായ അദാനിയും സർക്കാരും തമ്മിലുള്ള തർക്കം. അങ്ങനെ എല്ലാത്തിനുമൊടുവിൽ അടുത്തയാഴ്ച ട്രയൽ റൺ തുടങ്ങുകയാണ്. വിഴിഞ്ഞം കാത്തുവച്ചിരിക്കുന്നത് എന്തെല്ലാമാണ്? കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയേക്കാവുന്ന വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം രാജ്യത്തിനാകെ അഭിമാനം, വാണിജ്യ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. അങ്ങനെയൊരു പദ്ധതിയാണ് അടുത്ത വെള്ളിയാഴ്ച നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ പടുകൂറ്റൻ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിനായി എത്തും. അതിലുള്ളത് 1500 കണ്ടെയ്നറുകൾ. ഇതിറക്കാൻ 8 ഷിപ്പ് ടു ഷോർ ക്രെയിനും 23 യാർഡ് ക്രെയിനും. മദർഷിപ്പിന് വെള്ളിയാഴ്ചയാണ് ഔദ്യോഗിക വരവേൽപ്പ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. ആദ്യ ട്രയൽ റൺ 12-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി പങ്കെടുക്കും. പൊതുജനങ്ങൾക്കും പങ്കെടുക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ചെയ്യുവാനുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വിരലിലെണ്ണാവുന്ന കുറച്ച് തുറമുഖങ്ങൾക്ക് മാത്രമേ ലോകത്തിൽ ഇന്നുമുള്ളൂ. അപ്പോൾ അതിലൊന്നായിട്ടാണ് വിഴിഞ്ഞം ഇപ്പോൾ നമ്മൾ അരങ്ങേറ്റം കുറിക്കുന്നത്. അപ്പോൾ ഭാരതത്തിന് അത് പ്രത്യേകിച്ചും ഒരു വലിയൊരു ഗുണമായിരിക്കും. കാരണം ഭാരതത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുകയും ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന ചരക്കിൻ്റെ ഒരു സിംഹഭാഗം ഇപ്പോഴും അന്യദേശത്തിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലുകളാണ് പോകുന്നത്. അപ്പോൾ അവയെല്ലാം തന്നെ നമുക്ക് ഭാരതത്തിനുള്ളിലുള്ള നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തിൻ്റെ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിലൂടെ നമുക്ക് പോകാൻ സാധിക്കും. വിഴിഞ്ഞം പദ്ധതിക്ക് പ്രത്യേകതകൾ ഏറെയാണ്. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. അതായത് ആഭ്യന്തര ചെറുകപ്പലുകളിലും റോഡ് റെയിൽ ശൃംഖലകളിലും എത്തുന്ന ചരക്കുകൾ മദർഷിപ്പിലേക്ക് മാറ്റാനും തിരിച്ചിറക്കാനും സൗകര്യമുള്ള തുറമുഖം. രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് തൊട്ടു സമീപം. 24 മീറ്റർ സ്വാഭാവിക ആഴം. ട്രയൽ റണ്ണിന് ശേഷം കൂടുതൽ മദർഷിപ്പുകൾ വിഴിഞ്ഞത്തെത്തും. ഇതോടെ കൊളംബോയ്ക്കും സിംഗപ്പൂരിനും ജബർ അലിക്കും ഒപ്പം വിഴിഞ്ഞത്തെയും അടയാളപ്പെടുത്താം. കമ്മീഷനിംഗ് ഡിസംബറിലാണ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പണികൾ വേഗത്തിൽ പൂർത്തിയായതിനാൽ സെപ്റ്റംബറിൽ തന്നെ നടത്തിയേക്കും. റിംഗ് റോഡ് ഉടനെ പൂർത്തിയാക്കാനാവും. തുരങ്ക റെയിൽവേ പാതയ്ക്കുള്ള പാരിസ്ഥിതിക സാമൂഹികാഘാത പഠനം നടന്നു. കേന്ദ്ര അനുമതിയും ലഭിച്ചു. പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയ പ്രദേശവാസികളുടെ മുഴുവൻ പ്രശ്നങ്ങളും കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് പരിഹരിക്കുമെന്നാണ് സർക്കാർ ഉറപ്പു നൽകിയിരിക്കുന്നത്. നിലവിലെ പ്ലാൻ അനുസരിച്ച് മുന്നോട്ടു പോയാൽ 2028-ൽ തുറമുഖം പൂർണ്ണതോതിൽ സജ്ജമാകും.